എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഗോവ നെക്സ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് നമ്മളിവിടെ അടുത്തുള്ളൊരു ബീച്ചിലേക്കാണ്, അടുത്ത ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും വണ്ടി കയറി, നമ്മളെ വണ്ടി വന്നിട്ടുണ്ട്, നമ്മളെ ട്രാവലർ എത്തി, നമുക്ക് ഡെസ്റ്റിനേഷൻ കവർ ചെയ്യാം. ഓക്കെ, നമ്മളെ ഡ്രൈവർ എങ്ങനെയുണ്ട് ഇന്നത്തെ ഡേ? മലയാളം പഠിച്ചോ? ഹിന്ദി ഉള്ളു, നമുക്ക് ഹിന്ദി പഠിക്കാം. നീരജേടാ, നീരജ് മുങ്ങിയോ? നീരജിനെ കാണില്ലല്ലോ. എക്സ്പീരിയൻസ് പറയൂ. വയ്യാന്നോ? വണ്ടി സ്റ്റാർട്ട് ചെയ്തു. നമ്മളൊരു ചായ കഴിക്കണം. രാവിലെ ഒന്നും കഴിച്ചില്ല, ജസ്റ്റ് ഒരു ചായ കഴിച്ചു, പക്ഷെ നമ്മള് ഫുഡൊന്നും കഴിച്ചില്ല. അപ്പൊ ചായ കഴിച്ചിട്ട് ബാക്കി അങ്ങനെ റെസ്റ്റോറൻറ്റ് എത്തിട്ടോ. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇതാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്, ചെറിയ റെസ്റ്റോറൻറ്റ് ആട്ടോ. സെറ്റപ്പ് സാറൊക്കെ വന്നിട്ട് ഇത് ബാറും കൂടിയാ, പ്ലസ് ബാറും കൂടി ആട്ടോ വരുന്നത്. അപ്പൊ നമുക്ക് ഫുഡ് എന്താ ഉള്ളത് നോക്കട്ടോ. അഭിച്ചേട്ടൻ എന്താ കഴിക്കുന്നു? ഇവിടെ വെജല്ലേ കൂടുതലുള്ള? ഇവിടെ വെജ് റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറി. പ്ലസ് ഇത് ബാറും കൂടിയാണ് കേട്ടോ. ഗോവയിലധികം ബാറും പമ്പും ഒക്കെ തന്നെയാണ് കൂടുതലുള്ളത്. അപ്പൊ നമുക്ക് അവിടെ ഫുഡും കിട്ടും. ഇവിടെ സെറ്റ് ദോശ ഇഡ്ഡലി മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. വേറെ ഒന്നുമില്ല, ടൈം എടുക്കും. ഞാൻ ഇഡ്ഡലി പറഞ്ഞിട്ടുണ്ട്. ടേസ്റ്റ് ഇതാണ് കേട്ടോ പ്ലെയിൻ ദോശ. സാറ് പ്ലെയിൻ ദോശയാണ് ഓർഡർ ചെയ്തത്. രാവിലെയും വരും പ്ലെയിൻ ദോശ. അവിടെ എല്ലാവരും പ്ലെയിൻ ദോശ. സാറേ ഫുഡ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നമ്മളെ ഇഡ്ഡലി എത്തിട്ടോ, നല്ല സോഫ്റ്റ് ആട്ടോ ഇഡ്ഡലി. സാമ്പാറുണ്ട്, പിന്നെ ചമ്മന്തി ഉണ്ട് കേട്ടോ. എൻ്റെ ബന്ധാ, നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. ആദ്യം ചമ്മന്തി കൊള്ളാം. ഇഡ്ഡലിയും ചമ്മന്തിക്കറി കുഴപ്പമില്ല, ടേസ്റ്റ് കിട്ടും, നല്ല ടേസ്റ്റ്. സാമ്പാർ എന്താ പാടുണ്ട്? സാമ്പാർ കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് കിട്ടും. നമ്മളൊരു വട വന്നു കേട്ടോ, വട കൊള്ളാം, നല്ല ടേസ്റ്റ്. ഇനി നമുക്ക് ഒരു സെറ്റ് ദോശ പറഞ്ഞിട്ടുണ്ട്, അപ്പം അത് വരുന്നത് നോക്കണം. അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് കൊള്ളാം, വട കൊള്ളാം, പിന്നെ ഇഡ്ഡലി കൊള്ളാം, ഇഡ്ഡലിയും സാമ്പാറും കൊള്ളാം, നല്ല കൊള്ളാം. പിന്നെ ഒരു കോഫി പറഞ്ഞിട്ടുണ്ട്, അത് കൂടെ എന്താ പാട്ട് നോക്കാം. നമ്മളെ സെറ്റ് ദോശ വന്നിട്ടോ. സെറ്റ് ദോശ നോക്കട്ടെ, ടേസ്റ്റ് ചെയ്തോട്ടെ. ഇന്നലെ AC കിടന്നിട്ടെ ഭയങ്കര ജലദോഷം. ഒരു കോഫി കഴിച്ച് രാവിലെ അപ്പോഴാന്ന് ലെവലായി. സെറ്റ് ഇഡ്ഡലി കുഴപ്പമില്ല, സെറ്റപ്പൊന്നുമല്ല, ഒരു ഓക്കെ ഉള്ളൊരു ദോശ. നമ്മളിവിടെ ഏത് ഹോട്ടലിൽ കയറിയാലും, അത്യാവശ്യം എല്ലാ ഹോട്ടലിൽ കയറിയാലും നമുക്ക് ഇതേപോലെ നമുക്ക് ബീറും സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഇവിടെ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഏത് ഹോട്ടൽസിലൊക്കെ നമ്മൾ ഹോട്ടലിൽ നമ്മൾ ഒരു കൂൾ ഡ്രിങ്ക്സ് കഴിക്കില്ല, അതേപോലെയാണ് ഇവിടെ എല്ലാ ഹോട്ടലിലും ബീറുകളൊക്കെ ഉള്ളത്. നമ്മളതിനെ ഫുഡ് കഴിച്ച് ഇറങ്ങി കേട്ടോ. ഇവിടെ നല്ല ഇറക്കലാണ്. നമ്മൾ ഗോവയിൽ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യണതിൻ്റെ മുന്നേ റൈറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുക. കൺഫേം ചെയ്യാതെ ഒരിക്കലും ഒരു ഹോട്ടലിലും കയറരുത്. നമുക്ക് നല്ല ബില്ലായി, 12,000 രൂപ ബില്ലായി. ഫുഡ് കൊള്ളാം കേട്ടോ, ഫുഡ് കുഴപ്പമൊന്നുമില്ല. ഇവിടെ പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ബാറിൽ കൂടിയാണ് കയറിയത്, അതിനോണ്ടായിരിക്കും കുറച്ച് റേറ്റ് കൂടുതൽ. വെജാണ്, പക്ഷെ എന്നാലും വില ഉണ്ട്. അപ്പോൾ എല്ലാവരും ഗോവ വരുമ്പോൾ എന്ത് ചെയ്യുക,
എല്ലാം ചോദിച്ച് കൺഫേം ചെയ്തിട്ട് മാത്രം ഫുഡ് കഴിക്കാം കേട്ടോ. നമ്മൾ കയറിയ ഹോട്ടൽ ഇതാണ് കേട്ടോ. നമ്മളെ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അടുത്തുള്ളൊരു ബീച്ചാട്ടോ അത് വരുന്നത്. ഇവിടെ പാർക്കിംഗ്, നമ്മളവിടുത്തെ ഒരു ഗുണം എന്താ വെച്ചാൽ എല്ലായിടത്തും നല്ല പാർക്കിംഗ് ഉണ്ട് കേട്ടോ. നല്ല പാർക്കിംഗ് സൗകര്യമുള്ള ഒരു ഏരിയ. നമുക്ക് പിന്നെ ഗോവയിലെ ഏത് ഭാഗത്ത് നോക്കിയാലും ബീച്ചാണ്, അത് വേറെ കാര്യം. ഈ ബീച്ചിന്റെ പേരെന്താ സാറേ? കോൾവ. ഇത് കോൾവ ബീച്ചാട്ടോ വരുന്നത്. കോൾവ എന്നാണ് ബീച്ചിന്റെ പേര് വരുന്നത്. അതിന്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടുന്ന് ഡോമിനോസ് ഒക്കെ ഉണ്ട് കേട്ടോ. റെസ്റ്റോറൻറ്റ് പരിപാടിയൊക്കെ ഉണ്ട്. ഓപ്പോസിറ്റും ഉണ്ട് റെസ്റ്റോറൻറ്റ്. നല്ലൊരു ആംബിയൻസ് ഉണ്ട്. അവിടെ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റിയുള്ള അങ്ങനത്തെ സാധനങ്ങൾ, എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്. ബീച്ച് താല്പര്യമുള്ളവർക്ക് പറ്റിയ ഏരിയ ആണ് ഗോവ. പിന്നെ നമുക്ക് ഹില്ല് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ കുറച്ച് മാറിയിട്ടാ, 14 കിലോമീറ്റർ മാറിയിട്ട് നമുക്ക് വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട്. അവിടെ താല്പര്യമുള്ളവർക്ക് അങ്ങോട്ട് പോകാനും പറ്റും കേട്ടോ. 2-3 ദിവസം നമുക്ക് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഗോവ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മളൊരു 2 days ആണ് നമ്മൾ ഇന്നത്തെ പ്ലാന് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പറ്റുന്ന രീതിയിൽ നമ്മൾ റഷായിട്ട് നമ്മൾ ഓടിയില്ല, നമ്മൾ കംഫർട്ടായിട്ടുള്ള രീതിയിൽ നമ്മൾ ട്രാവൽ ചെയ്തത്. അപ്പം അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളൊരു റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തത്. ഇതിൻ്റെ മുന്നിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലുള്ള പോലുള്ള തട്ടുകട ഉണ്ട് കേട്ടോ. തട്ടുകട സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട്, സ്വീറ്റ് കോർണർ മോർ, ചായ, ഫ്രൂട്ട്സ്, ജ്യൂസൊക്കെ കിട്ടുന്നൊരു കട ഉണ്ട് കേട്ടോ. നമ്മളെ വണ്ടി ഇതാ അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങോട്ട് നടന്നു, ചായ കുടിച്ച് സെറ്റായി. ഇനി നമുക്ക് ബീച്ചൊന്ന് എൻജോയ് ചെയ്യാം. നമുക്ക് അവിടെ പോയിട്ട് ബീച്ചിൻ്റെ ഇവിടെയുള്ള നമുക്ക് ബീച്ചിൻ്റെ വിശേഷങ്ങൾ. കോൾവ സ്റ്റാൻഡ്, കോൾവ ബീച്ച് നമുക്കൊന്ന് കാണാം. ഇവിടെയുള്ള ബസ് കേട്ടോ, ഇവിടെയുള്ള ഒരു വെറൈറ്റി ബസ്സാട്ടോ. നമുക്കൊരു നമ്മളെ നാട്ടിൽ കാണുന്നൊരു ടൈപ്പ് ബസ്സല്ല അതിൻ്റെ ഫ്രണ്ട് വീലൊക്കെ കണ്ടില്ല. ഏത് കമ്പനീൻ്റെ ബസ്സാണെന്ന് അറിയില്ല, ഇത് ടാറ്റയാണെന്ന് അറിയില്ല കേട്ടോ. ഇത് പഴയ ടൈപ്പുള്ള ഇവിടുത്തെ ലോക്കൽ ബസ്സാണ് കേട്ടോ. നമുക്ക് ബീച്ചിലേക്ക് ഒന്ന് കയറി നോക്കാം. ഇവിടെ ഐസ്ക്രീമും പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഐസ്ക്രീം ഉള്ളവർക്ക് ഐസ്ക്രീം കഴിക്കാം. നല്ല വെയിലാട്ടോ, നല്ല വെയിലാണ്. ഞാനെന്നുവെച്ചാൽ ക്യാപ്പ് എടുക്കാൻ മറന്നുപോയി. ക്യാപ്പ് കൊടുത്തില്ല, കൂളിംഗ് ഗ്ലാസ് കൊടുത്തില്ല. അപ്പോൾ നമുക്ക് ബീച്ച് ഒന്ന് കണ്ടുപോകാം. അവിടെ കുറേ കപ്പിൾസൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കപ്പിൾസിനൊക്കെ കൂട്ടി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഫാമിലി ആയിട്ട് വരാം, ഫ്രണ്ട്സായിട്ടും വരൊക്കെ ചെയ്യും കേട്ടോ. നമ്മളിപ്പോൾ ഫ്രണ്ട്സായിട്ടല്ലേ വന്ന്. ഇവിടെ പശു ഉണ്ട് കേട്ടോ. പശുവിനൊക്കെ ആരോ അയച്ചു വിട്ടുണ്ട്. കുത്തൂലേക്കല്ലേ. നൈസ് ബീച്ചാട്ടോ. ആണ് ഇവിടുത്തെ ഫ്രണ്ട് വ്യൂ കേട്ടോ. നല്ല സെറ്റപ്പാണ്. ഇവിടെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഏത് ബീച്ചിൽ പോയാലും റെസ്റ്റോറൻറ്റ്, ക്ലബ്ബൊക്കെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. നമ്മൾ ഇന്നലെ പോയ ബാഗ ബീച്ചിലും ഇതേപോലെ തന്നെ. പക്ഷെ ബാഗ ബീച്ച് കുറച്ചും കൂടി വൈഡാണ്, ഹെവി സെറ്റപ്പാണ്. പിന്നെ ബീച്ചിൽ കുളിച്ച് വരുന്നവർക്ക്, നനഞ്ഞവർക്കൊക്കെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ചെയേഴ്സ്, കിടക്കുന്ന ടൈപ്പ് ചെയേഴ്സ് സെറ്റ് ചെയ്ത്. അതൊക്കെ നല്ല അവൈലബിൾ ആണ്. അതിനൊക്കെ ഫീസ് എന്തോ ഉണ്ട് തോന്നുന്നത്. എന്നിട്ട് ഇവിടുന്ന് വേണമെങ്കിൽ ഡ്രിങ്ക്സ് കഴിക്കാം. ഒക്കെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ട് ഇവിടെ ഒരു ഫോറിനർ ആരുണ്ട് ഇവിടെ. അപ്പം അങ്ങനെ നമുക്ക് ഇവിടെ ഉണ്ടോ. പിന്നെ ഇവിടെ മറ്റേ ബോട്ടിങ് ഉണ്ട് കേട്ടോ. ഇവിടെ ബോട്ടിങ്, കോൾവ ബീച്ച് ബോട്ടിങ്ങിൻ്റെ ഓപ്പറേഷൻസ് എടുക്കുന്ന ഇവിടുന്ന് കേട്ടോ. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുന്നത് കേട്ടോ. ഇതിൽ കോൾവ വാട്ടർ സ്പോർട്ടിങ് അസോസിയേഷൻ. നമുക്ക് സ്പീഡ് ബോട്ടിങ്ങിന് റൈഡ് 6 സീറ്ററിന് 300 രൂപ.
സ്പീഡ് ബോട്ട് ഡോൾഫിൻ 6 സീറ്റർ റൈഡേഴ്സിൻ പെർ പേഴ്സൺ. ഇപ്പോൾ പെർ പേഴ്സണിന് 500 ഒക്കെ വെച്ചിട്ടാട്ടോ. അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിലുണ്ട്. ജെറ്റ് സ്കി, വാട്ടർ സ്പൈക്ക്, വാട്ടർ ബൈക്കുകൾ, ജെറ്റ്സി, ഈ വാട്ടർ റൈഡ് ഒക്കെ ചെയ്യുന്നവരുണ്ടല്ലോ, നമ്മളെ ബൈക്ക് പോലത്തെ വാട്ടർ റൈഡിങ്, അതൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വാട്ടർ സ്പോട്ടാണ്. നമുക്ക് ആ ബൈക്ക് ഞാൻ കാണിച്ചു തരാം, ബൈക്കും ബോട്ടും. ഇതാണ് ആ ബോട്ട് കേട്ടോ. 2, 4, 6 സീറ്റർ ആണ് പറഞ്ഞത്. 8 സീറ്റർ ഉണ്ടല്ലോ. 6 സീറ്റർ എനിക്ക് തോന്നുന്നു ഇതാന്ന് തോന്നുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ബൈക്ക്. ഇത് റൈഡ് ചെയ്ത് പോകുന്നത് കാണാം. ആരെയും വരുന്നുണ്ടോ നമുക്ക് നോക്കാം. എല്ലാവരും ഐസ്ക്രീം കഴിച്ച് ചില്ല് ഔട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ റൈഡിൽ പോയി വന്ന ആളുകളെന്ന് കാണിച്ചാൽ കേട്ടോ. അതാണ് ആ ബോട്ട്, വാട്ടർ റൈഡിങ്. സംഭവം എൻ്റർടൈൻമെൻ്റ് ആട്ടോ, നല്ല എൻജോയ് ചെയ്യാൻ പറ്റും. കുട്ടികളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു ഫോട്ടോഷൂട്ട് എടുക്കുന്നുണ്ട് ഒരു കുട്ടീൻ്റെ, ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റുന്നവർക്ക് പറ്റിയ പരിപാടി കേട്ടോ. നല്ല വൈബുണ്ട്. എന്താ ഈ ബോട്ട് നല്ല രസമാട്ടോ. അതുകൂടെ ഒരു സേഫ്റ്റി ജാക്കറ്റ്സ് ഒക്കെ ഇട്ടിട്ടാണ് ഇവിടെ വർക്കേഴ്സൊക്കെ സെറ്റപ്പ് ആക്കിയത്. ഇന്ന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അവിടെ, കുറച്ചുകൂടി ബെറ്റർ ആണ്. ഉണ്ടോ ബീച്ച്? അവരെല്ലാവരും വെയിലുള്ളതാക്കാൻ വേണ്ടി തണലത്ത് പോയിരിക്കുന്നുണ്ട്. അവിടെ ആ സൈഡിൽ പോയി ഇരിക്കുന്നുണ്ട്. റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അപ്പുറത്ത് ഒരു ജീപ്പ് കിടക്കുന്നുണ്ട് കേട്ടോ. 4x4 ആണോ എന്ന് തോന്നുന്നു. ഇലക്ട്രിക് ജീപ്പാണോ എന്നറിയില്ല, അവിടുന്ന് വ്യക്തമായിട്ട് കാണുന്നില്ല. ഉണ്ടാവട്ടെ, എന്താ ഉള്ളതെന്ന് അറിയില്ല, നമുക്ക് നോക്കിയോ. ഇവിടെ പാരഷൂട്ട് സെറ്റ് ചെയ്യുന്നു കേട്ടോ. ചങ്ങായി ഇതാ പാരഷൂട്ട് പോകാൻ പോവാണ്. നല്ല ആംബിയൻസ് ആയിരിക്കും കേട്ടോ. അതിൽ പോവാണെങ്കിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, നല്ല അടിപൊളിയായിരിക്കും. നമുക്ക് നോക്കാം ആ വീഡിയോ. ചേട്ടൻ മറക്കാൻ പോകുന്നു. ഇതാ ഇതെന്താ വെച്ചാൽ അവിടെ ബോട്ട് വലിച്ചുകൊണ്ട് പോകാം കേട്ടോ. ബോട്ട് അതാ പോകുന്ന, അവര് പറന്നു, അവരിതാ നല്ല ഹൈറ്റിൽ പോയിക്കൊണ്ട് കേട്ടോ. സൂപ്പറായിട്ട് കേട്ടോ, നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. എല്ലാവരും വന്നാൽ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ് കേട്ടോ. ആ ബോട്ട് ഇതങ്ങനെ വലിച്ചുകൊണ്ട് പോവാണ്. സേഫാണ് കേട്ടോ, സെറ്റാക്കിയിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ്. ആകാശത്തൂടെ അങ്ങനെ പറന്നു പോകാൻ നല്ല സൂപ്പറായിട്ടൊരു പറകുന്നുണ്ട്. അവരിതാ കുറേ ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സെറ്റ് കേട്ടോ, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അവരിങ്ങനെ പറന്ന് കയറിയിട്ടുണ്ട്. നമ്മളെ പാരച്യൂട്ട് റിട്ട വന്നിട്ടോ. അവരിതാ റിട്ട വന്നു. നല്ല അടിപൊളി പരിപാടി കേട്ടോ അത്. ആ ചെക്ക എൻജോയ് ചെയ്തിട്ടോ. നൈസാട്ടോ. എന്താ ഒരു ലേഡി ഇതാ ഇപ്പൊ കയറാൻ പോകുന്നു. എടാ എനിക്ക് വരെ ഓർമ്മ ഉണ്ടോ, നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ നിന്നപ്പോൾ ഒരു കുട്ടി ഒന്നും ഓർമ്മ ഉണ്ടെങ്കിൽ ആ കുട്ടിയാണ്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നപ്പോൾ ഒരു കുട്ടിനെ കണ്ടില്ലേ, ആ കുട്ടിയാണ് കേട്ടോ. അവള് പറക്കാണ്. അടിപൊളി, സൂപ്പറായിട്ടുണ്ട് അല്ലേ? സൂപ്പറാ. ആ വെള്ളത്തെ അവിടെ കൊണ്ട് ഇറക്കും. എന്നിട്ട് ഞാൻ കണ്ട് വീഡിയോ എടുക്കും. സൂപ്പറായിട്ടുണ്ട്, നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷെ എമ്മാര് വെയിലല്ലേ അവിടെ. 1200 രൂപ, 1200 രൂപ കേട്ടോ നമ്മളെ ഈ പരിപാടിക്ക്. 1200 രൂപ ഉണ്ട് കേട്ടോ. അത്യാവശ്യം റേറ്റ് ഉണ്ട്, നല്ല കുഴപ്പമില്ല. എക്സ്പീരിയൻസ് ഈസ് എക്സ്പീരിയൻസ്.
ബീച്ചിലേക്ക് വരുന്ന എല്ലാവരും ഒരു ക്യാപ്പും ഒരു കൂളിംഗ് ഗ്ലാസും മസ്റ്റ് ആട്ടോ. ഞാൻ കൂളിംഗ് ഗ്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, ബാഗിൽ വെച്ച് മറന്നുപോയി. കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. കണ്ടോ ഇവിടെ എല്ലാവരും ഇതാ ഒരു സെറ്റ് ചെയ്യുന്നുണ്ട്. അഭിത്തട്ട അവിടുന്ന് വരുന്നു. എങ്ങനെയുണ്ട് അഭിത്തട്ടാ? ഒന്ന് കയറുന്നോ? 1200 രൂപ കയറുന്നോ? 1200 രൂപയുള്ളൂ. കുഴപ്പമില്ല, എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. പക്ഷെങ്കിൽ നമ്മുടെ ഡ്രസ്സ് അത് വെള്ളത്തിൽ നമുക്കുണ്ട്, പിന്നെ ഡ്രസ്സ് മാറാൻ നമുക്ക് വയ്ക്കാം. നമ്മൾ ഡ്രസ്സ് എടുത്തില്ല, നമ്മൾ ലാസ്റ്റ് ഡ്രസ്സാണ് തട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ 2 ആഴ്ചയായി. അപ്പോൾ ഡ്രസ്സ് ലാസ്റ്റത്തെ ഡ്രസ്സാണ്. അതിനൊന്നും നമ്മൾ കയറിയില്ല. വരുന്ന എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം, നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മളെ ഫ്രണ്ട്സൊക്കെ ഈ ബെന്നീസ് പ്ലേസിൽ കയറിയുണ്ട്, സീ ഫുഡ് ഷേക്ക്. നമുക്ക് ഇവിടെ ഒന്ന് കയറി നോക്കാം. ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നപ്പോൾ ഇവിടെ എങ്ങനെ ഇരുന്ന് ബീച്ച് കാണാൻ ഭയങ്കര ആംബിയൻസ് കേട്ടോ. ആ വെയിലെന്ന് പറയുന്നത് കുറച്ചുകൂടി നല്ല സുഖമുണ്ട്. ഇവിടെ ഫാനൊക്കെ ഉണ്ട്. എന്താ ഇവിടെ ഇങ്ങനെ ഷെഡ് കെട്ടിയിട്ട് സെറ്റ് ചെയ്ത കേട്ടോ. നല്ല വൃത്തിയുണ്ട് കേട്ടോ, വൃത്തിയിൽ കൈകാര്യം ചെയ്ത്. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ? ബീച്ചിലേക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുക. ഇവിടെ കുറച്ച് ഫോറിനേഴ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഗോവ ആയതുകൊണ്ട് നമുക്ക് ഫോറിനേഴ്സിന് പഞ്ഞില്ലല്ലോ. പിന്നെ സേഫ്റ്റി ഗാർഡ്സിനുള്ള ടീംസ് ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. അതിനുള്ള സജ്ജീകരണങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ബീച്ചിങ്ങനെ കണ്ടിങ്ങനെ റിലാക്സ് ചെയ്യാൻ അടിപൊളി കേട്ടോ. എല്ലാവരും വന്നിട്ട് ഗോവയൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാം. ഒരു 1 വീക്കൊക്കെ ലീവ് എടുത്ത് ചില്ല് ചെയ്യാം. അടുത്ത പാരച്ചൂട്ട് പൊന്തിട്ടോ. അതായത് ചേട്ടായിലുണ്ട് ഫുൾ സെറ്റ്. നല്ല വൈബാട്ടോ. ഇവിടെ ഇങ്ങനെ റിലാക്സ് ആക്കിയിട്ടിരിക്കുക, നല്ല എൻജോയ് ചെയ്യാൻ പറ്റും. ഈ റെസ്റ്റോറൻറ്റ് ഉണ്ടോ, ഫുള്ള് മോളേനോണ്ടൊക്കെ കിട്ടിയ കേട്ടോ. ലൈറ്റ് ഒരു വേറെ ആംബിയൻസിലാണ്. ബോക്സ് തറ കണ്ടില്ലേ, വുഡനെ കൊണ്ട് സെറ്റ് ചെയ്ത വുഡിൻ്റെ മരത്തിൻ്റെ കസാല കാര്യങ്ങൾ, ടേബിള്, മരത്തിൻ്റെ ടേബിള്. എന്താ കാരണം വെച്ചാൽ നമ്മൾ ഉപ്പുകാറ്റല്ലേ അവിടെ അടിക്കുന്നത്. അപ്പം ഈ ഇരുമ്പൊക്കെ കണ്ട പെട്ടെന്ന് തുരുമ്പിടിച്ചു. അങ്ങനെ തുരുമ്പിടിക്കാനാന്ന് തോന്നുന്നു. ജിപ്പിനാണോന്ന് അറിയില്ല. നമ്മൾ ഈ കയറ് കെട്ടാൻ തോന്നുന്നു. ബാക്കി ഫുള്ള് ഇരുമ്പിൻ്റെ ഫ്രെയിമുണ്ട്, എങ്കിലും മരമാണ് അധികം. ഹലോ ഗൈസ്, നമ്മളങ്ങനെ ബീച്ചിൽ നിന്ന് ഇറങ്ങിട്ടോ. നമ്മൾ പിന്നെയും പറ്റിക്കപ്പെട്ടു. നമ്മൾ ബാറിൽ കയറി ഭയങ്കര ബില്ലിട്ടു ഒരു പിന്നെയും. രണ്ടാമത് നമ്മൾ മൊഞ്ചി മൊത്തത്തിൽ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബീച്ചിൽ നിന്ന് ഇറങ്ങാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് പ്ലാൻ നാട് വിടാനുള്ളൊരു പ്ലാൻ ഉണ്ട്. പക്ഷേ ഈവനിങ് ആണ് നമുക്ക് ട്രെയിനുള്ളത്. കേരളത്തിലേക്കുള്ള ട്രെയിൻ ഈവനിങ് ആണ്. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് പ്ലാൻ വഴി അല്ലാത്ത നടക്കുന്നതിനോണ്ട് നമ്മൾ എന്താണെന്നറിയില്ല, പോണ വഴി നമുക്ക് പ്ലാൻ ഓരോന്നായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. എന്തായാലും നോക്കാം. വെയിറ്റ് ആൻഡ് വാച്ച് ഗൈസ്.